ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ ട്രയൽ അലോട്ട്മെന്റ് തുടങ്ങി. This news is brought to you by Elroy Opticals and Computerized Eye Clinic, Chirupura. Phone 9961660599. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഏകജാലക സംവിധാനത്തിലൂടെ പ്രവേശനത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെന്റ് ആരംഭിച്ചു. ജൂൺ 15-ന് ഫസ്റ്റ് അലോട്ട്മെന്റ് പൂർത്തിയാകും. ട്രയൽ അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KV സജി വിശദീകരിക്കുന്നു. ആദ്യത്തെ അഡ്മിഷൻ തുടങ്ങുന്നത് ജൂൺ 15-നാണ്. അതിനാണ് ആദ്യ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അവസാന അലോട്ട്മെന്റ്, മൂന്നാമത്തെ അലോട്ട്മെന്റ് ജൂലൈ 1-ന് നടക്കും. അതോടെ മുഖ്യ അലോട്ട്മെന്റ് അവസാനിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് രണ്ടാമത്തെ അലോട്ട്മെന്റ് ഉണ്ടാവും. ഈ അലോട്ട്മെന്റുകൾ, ഒന്നാമത്തെ അലോട്ട്മെന്റും രണ്ടാമത്തെ അലോട്ട്മെന്റും മൂന്നാമത്തെ അലോട്ട്മെന്റുകളും ഒക്കെ വരുന്ന സമയത്ത് കുട്ടികൾ കൃത്യമായിട്ട് ഈ അലോട്ട്മെന്റുകൾ പരിശോധിച്ച് തങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയും അതിൻ്റെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അലോട്ട്മെന്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ നിശ്ചിത സമയത്തിനകം പോയി ചേരണം. അപ്പോൾ അവിടെയും 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ആയിരിക്കും ചേരാനുള്ള സമയം ഉണ്ടാവുക. അപ്പോൾ അതും ആ അലോട്ട്മെന്റ് ലെറ്ററിൽ ഉണ്ടാവും ഏത് സമയത്തിനുള്ളിലാണ് തങ്ങൾ അവിടെ ഹാജരാകേണ്ടത് എന്നുള്ളത്. ആ നിശ്ചിത സമയത്തിനുള്ളിൽ രക്ഷിതാവിനോടൊപ്പം ആ സ്കൂളിൽ പോയി +1 അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് +1 ക്ലാസ്സിൽ ചേരേണ്ടതാണ്. +1 ക്ലാസ്സിൽ ചേരാൻ വേണ്ടി പോകുമ്പോൾ, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ SSLC ബുക്കിൻ്റെ കോപ്പി കൊണ്ടുപോകണം. ഒറിജിനൽ ഇപ്പം കിട്ടിയിട്ടില്ല. മുൻ വർഷം SSLC ഒക്കെ പാസ്സായ കുട്ടികൾ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടാവും. ഒറിജിനൽ സർട്ടിഫിക്കറ്റിലുള്ള കുട്ടികൾ അത് കൊണ്ടുപോവുക. ഇല്ലാത്ത കുട്ടികൾ SSLCയുടെ കോപ്പി കൊണ്ടുപോവുക. അതുപോലെ TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും വളരെ നിർബന്ധം ആയിട്ടുള്ളതാണ്. TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും അത് ഒറിജിനൽ തന്നെ വേണം. ഒറിജിനൽ ഇല്ലാതെ ഒരു കാരണവശാലും അഡ്മിഷൻ കൊടുക്കുന്നതല്ല. അതേപോലെ തന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ് ഇവയൊക്കെയും വേണം. ഇതിനും പുറമെ ബോണസ് പോയിന്റിന് വേണ്ടി നിങ്ങൾ മറ്റെന്തെങ്കിലും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കോപ്പികളും ഇതോടൊപ്പം കൊണ്ടുപോകേണ്ടതാണ്. ചിലപ്പം ജവാന്റെ ബന്ധുവാണ്, അല്ലെ ജവാന്റെ മകനാണ്, മകളാണ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. അതപ്പം ജവാനുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, അതേപോലെ ലിറ്റിൽ കൈറ്റ്സ്, അതേപോലെ മറ്റു പല ക്ലബ്ബുകളിൽ ഒക്കെ അംഗങ്ങളായിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർ അത്തരം തങ്ങളുടെ അതിലെ പാർട്ടിസിപ്പേഷൻ സൂചിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം. അല്ല, സ്കൂളിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. ആ ക്ലബ്ബ് ഇവരെ അപേക്ഷയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, ഇക്കോ ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ്, അങ്ങനെയുള്ള പല ക്ലബ്ബുകൾ, അപ്പോൾ അങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഇതിനായിട്ട് കൊണ്ടുപോകണം. അല്ല, ചില കുട്ടികൾ EWS എന്ന് കൊടുത്തിട്ടുണ്ടാവും. EWS എന്ന് പറഞ്ഞാൽ ജനറൽ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കിപ്പം 10% സീറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ആ സീറ്റ് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് EWS, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പോൾ EWS എന്ന് കാണിച്ചിട്ടുള്ള കുട്ടികൾ ആ EWSന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുകയും അതവിടെ സ്കൂളിൽ നൽകേണ്ടതുമാണ്. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക്, ചെറുപുഴ. സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക്, ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, ചെറുപുഴ. ഫോൺ 9961660599.